Okay. A very good afternoon to everyone present here, and welcome to this wonderful session by Mr. Trivikraman sir, whom we have from Mamo College, Mukkam. Before beginning our session, let us have a prayer, and I call upon Rinsha P. of First BA Functional English of MAS Arts and Science College for the prayer. Rinsha? Yes, ma'am. ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നൊരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും പരമകാരുണ്യവാൻ കരുണാനിധി വിധി പറയും ദിവസത്തിന്നേകാധിപനെ നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങയെ മാത്രം സതതം സഹായമായി തീർപ്പതും തിരുമുമ്പിൽ നയിക്കേണം ഞങ്ങളെ നേരായ മാർഗത്തിൽ നിന്നനുഗ്രഹപാത്രമായോർത്തൻ മാർഗത്തിൽ അങ്ങയാൽ കോപിക്കപ്പെട്ടോരുടെ വഴിയല്ല സന്മാർഗഭ്രഷ്ടരുതൻ വഴിയിലുമല്ല ആലം ദയാലുവായി ദാക്ഷിണ്യശാലിയായി വാഴുന്നൊരീശ്വരൻ തിരുനാമത്തിൽ നിഖില ലോകങ്ങൾക്കും ഏകരക്ഷകനാകും അഖിലേശ്വരനല്ലയോ സകല സ്തുതിയും. Thank you, Rinsha. I call upon Mrs. Faiza, who is the IQAC coordinator as well as our assistant professor in the Department of English, for the welcome note. Ma'am, please. Thank you. Good afternoon, everyone. I take this opportunity to welcome you all to this wonderful session by Mr. Trivikraman sir, Assistant Professor, Department of Chemistry, and Coordinator of Swayam Local Chapter, MAMO College, Mukkam. Let me take this opportunity to introduce you, sir. He has completed his BSc from Jamarins Guru Ayappan College and MSc from PhD College of Technology, Coimbatore. And he has worked as a project assistant at Indira Gandhi Center for Atomic Research, Kalpakam, Chennai, and also worked as an assistant professor in Malabar College of Engineering and Technology. And he has joined for PhD in Bardiyar University in 2011, and now is an assistant professor in MAMO College, Mukkam. And he has also published 4 international papers and more than 10 presentations in national and international conferences. And he's also the coordinator of Walk with a Scholar and coordinator of local chapter of Swayam in MAMO College. And we take this opportunity to welcome you all, to welcome you, sir, to this session. And I welcome all my dear colleagues and my dear students to this section once again. Thank you. Thank you so much, ma'am. So let us begin with our session, and a few words about the Swayam platform. It is basically about online opportunities that you have, and we have this eminent personality for us. Over to you, sir. Thank you. Thank you for your nice words. And good afternoon, all of you. I think Malayalam will be more comfortable for the students because it's a new concept. Definitely, sir. It's your choice. Okay. So, നമ്മുടെ ഇന്ന് നമ്മള് ഇത് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് മാത്രമാണോ? Yes, first year സ്റ്റുഡൻസ്. ഓക്കെ. അപ്പൊ നമ്മള് നിങ്ങളിപ്പം 1ാം വർഷം ഡിഗ്രി വിദ്യാർത്ഥികളായിട്ട് MES കോളേജിൽ ജോയിൻ ചെയ്തവരാണ്. ഈ വർഷത്തെ ഒരു പ്രത്യേകത, നിങ്ങൾ ആരും ഇതുവരെ പരസ്പരം നേരിട്ട് കണ്ടിട്ടുണ്ടാവാം എന്നില്ല ഒരുപക്ഷെ. കാരണം ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു പുതിയ ഒരു
ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിലേക്ക് മാറിക്കൊണ്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. അതും ത്വരിതഗതിയിൽ. കഴിഞ്ഞ വർഷം മനസ്സിൽ പോലും ചിന്തിക്കാത്ത ഒരു മെത്തേഡിൽ ഈ വർഷം അധ്യാപകർക്ക് ക്ലാസ് എടുക്കേണ്ട, അല്ലെങ്കിൽ വിദ്യാർത്ഥികളായ നിങ്ങൾക്ക് ക്ലാസ്സിൽ ഇരിക്കേണ്ട ഒരു അവസ്ഥാവിശേഷത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഈ ഒരു സമയത്ത് വളരെയധികം നമ്മൾ മനസ്സിലാക്കേണ്ടതും, നമ്മുടെ നാട്ടിലൊക്കെ ഒരു പഴഞ്ചൊല്ലുണ്ട്, നാടോടുമ്പം നടുകയോടുക. അങ്ങനെ നാടോടുമ്പം നടുകെ ഓടേണ്ടവരാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഓറിയന്റേഷൻ മാത്രമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കേവലം ക്ലാസ് റൂം ടീച്ചിങ് മാത്രമല്ല. ക്ലാസ് റൂം ടീച്ചിങ്ങിന്റെ അപ്പുറത്തേക്ക് ഒരു എഡ്യൂക്കേഷൻ സാധ്യത ഇന്നല്ല, കുറച്ച് കാലങ്ങളായിട്ട് അത് ഡെവലപ്പ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മളെപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻസ്, അതിൽ തന്നെ കേരളീയൻസ്, നമ്മൾ കേരളത്തിലുള്ളവർ കുറച്ചുകൂടി പിറകിലാണ്. ഇന്ത്യയിൽ തന്നെ ബാക്കി കമ്പയർ ചെയ്യുമ്പോൾ നമ്മളൊരു പ്രത്യേക ഒരു ഇതിൽ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ കുറച്ചൊരു അങ്ങനെ നിൽക്കുന്നവരാണ് നമ്മൾ. അതിൽ നിന്ന് മാറി ചിന്തിക്കാനോ അല്ലെങ്കിൽ മാറി ഒരു വേറൊരു തലത്തിലേക്ക് നോക്കാനോ ചെയ്യാൻ ലേശം ബുദ്ധിമുട്ടുള്ളവരാണ്. പക്ഷെ ഇന്ന് പല സാഹചര്യങ്ങളെ കൊണ്ടും പലതരത്തിലുള്ള സിറ്റുവേഷൻസിനെ കൊണ്ടും നമ്മൾ നിർബന്ധിതരാകുകയാണ്. ഇനി ഈ നിർബന്ധിതരാവുന്നത് ഭാവിയിൽ അല്ലെങ്കിൽ അടുത്ത വർഷം തൊട്ട് ഒരു ന്യൂ നോർമൽ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിന്റെ സമ്പ്രദായം വെർച്വൽ ക്ലാസ് റൂംസുകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. കോളേജുകളുടെ ഫിസിക്കൽ അറ്റ്മോസ്ഫിയറിൽ നിന്ന് അതൊക്കെ ഇനിയിപ്പം ഫോർ എക്സാമ്പിൾ നാക്കിന്റെ അക്രഡിറ്റേഷൻ തന്നെ ഇപ്പം 30-70 ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഫിസിക്കൽ പ്രസൻസ് 30% ഇപ്പൊ നോക്കുന്നുള്ളൂ എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെയൊക്കെ തന്നെ എഡ്യൂക്കേഷൻ സിസ്റ്റവും ഇതേപോലെ തന്നെ ഫിസിക്കൽ പ്രസൻസിലുള്ള ക്ലാസ്സസ് എന്ന് പറയുന്നത് ഒരു പക്ഷേ മാറിയേക്കാം. അപ്പൊ അതിനു മുമ്പ് അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളെ നമ്മൾ പരിചയപ്പെടുക എന്നുള്ളതാണ് ഈ ഒരു സെഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾക്ക് ഒരു വിഷൻ മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾ അത് മുഴുവൻ പറഞ്ഞ് തറവാക്കി പഠിപ്പിക്കാം എന്നൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പ്രസന്റേഷൻ മോഡിലല്ല എൻ്റെ ക്ലാസ് ഉണ്ടാവുക. ഞാൻ സ്ലൈഡ്സ് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല. ഡയറക്റ്റ് ലൈവായിട്ട് നിങ്ങൾക്ക് അതിൻ്റെ സൈറ്റ് കാണിച്ചു കൊണ്ടിട്ടുള്ള ഒരു സെഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എന്താണ് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്? അതിന്റെ ആ വാക്ക് തന്നെ അതിന്റെ അർത്ഥം നമ്മൾ അറിയുന്നത്. നമ്മുടെ ഇന്നത്തെ സെഷന്റെ സബ്ജക്റ്റ് അതാണ്. മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് ആണ്, മൂക്ക് കോഴ്സസ് എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. മൂക്ക് കോഴ്സസ് എന്താണ് എന്നുള്ളതാണ്. ഈ മൂക്ക് കോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പേര് പറയുമ്പോൾ തന്നെ മാസീവായിട്ട് എത്ര ആൾക്കാർക്ക് വേണമെങ്കിലും ഒരുമിച്ച്, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കോളേജിൽ എടുക്കുകയാണെങ്കിൽ, നിങ്ങളുടെ കോളേജിൽ അല്ലെങ്കിൽ ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കുകയാണെങ്കിലും ആ ഇൻസ്റ്റിറ്റ്യൂഷന് ഒരു കോഴ്സിലേക്ക് ഒരു സ്ട്രെങ്ത് ഉണ്ട്, ഒരു നമ്പർ ഓഫ് ലിമിറ്റേഷൻ ഉണ്ട്. ഓരോ കോഴ്സിലും അതിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന കുട്ടികൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ നമ്മുടെ മൂക്ക് കോഴ്സസിലേക്ക് മാറിക്കൊണ്ടിരിക്കുമ്പം അതിന് ലിമിറ്റേഷൻ ഇല്ല, മാസീവാണ്. അതാണ് ആദ്യം തന്നെ ആ വാക്ക് മാസീവ്. പിന്നെ മാസീവ് ഓപ്പൺ ഓൺലൈൻ, ഓപ്പൺ ആണ്. അതിനകത്ത് ലിമിറ്റേഷൻസ്, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഇതിൻ്റെ അകത്ത് BA ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഒരു സയൻസ് സ്റ്റുഡൻസ്, ഒരു BSc ഫിസിക്സ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് BSc ഫിസിക്സിന് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹി ഷുഡ് കംപ്ലീറ്റ് +1 ഓർ +2 വിത്ത് സയൻസ് എന്നുള്ളത് അതിന്റെ ഒരു കമ്പൽസറിയാണ്. അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസുകൾ ഉണ്ട്, അങ്ങനെ പലതും ഉണ്ട്. പക്ഷെ മൂക്ക് കോഴ്സസിലേക്ക് വരുമ്പം പഠിക്കുന്ന സബ്ജക്റ്റ് ഏതാണെങ്കിലും അതിന് അത്തരം റെസ്ട്രിക്ഷൻസുകൾ ഇല്ല എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത. പിന്നെ ഓൺലൈൻ കോഴ്സസുകളാണ്, ഓൺലൈനാണ് മുഴുവൻ കോഴ്സസും. വെർച്വൽ ക്ലാസ് റൂമുകളിലാണ് നമ്മൾ ഇരിക്കുക. ഇനി എന്താണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അതും ഞാൻ നിങ്ങളെ സ്റ്റുഡൻസ് ആണ് ഇതിൻ്റെ അകത്ത് ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് നിങ്ങളുടെ ഒരു പെർസ്പെക്റ്റീവില് ഞാൻ അത് പറയാം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ MES കോളേജിൽ പഠിക്കുന്ന കുട്ടികളാണ്. നമ്മൾ ഈ ഡിഗ്രിക്ക് അപ്ലൈ ചെയ്ത സമയത്ത് MES കോളേജ് മാത്രമൊന്നും ആയിരിക്കില്ല അപ്ലൈ ചെയ്തിട്ടുണ്ടാവുക, നമ്മൾ പല കോളേജുകളിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. അപ്പം യൂണിവേഴ്സിറ്റിയുടെ ഒരു അഡ്മിഷൻ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് ഈ കോളേജിൽ വന്നവരാണ്. നമുക്കൊരു പക്ഷേ വേറെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പഠിക്കാൻ ആഗ്രഹം ഉണ്ടാവാം, അല്ലെങ്കിൽ വേറെ നമ്മൾ ഒരു പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നമുക്ക് പഠിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവാം. പല കാരണങ്ങളെ കൊണ്ടും, എൻട്രൻസിലെ മാർക്ക് കുറഞ്ഞത് കൊണ്ടോ അല്ലെങ്കിൽ അങ്ങനെ പലതരത്തിലുള്ള കാരണങ്ങളെ കൊണ്ട് നമുക്ക് അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാൻ സാധിക്കാതെ വന്നതാവാം.
ഇങ്ങനെ പല തരത്തില് അല്ലെങ്കിൽ നമ്മുടെ ഡ്രീം ആയിട്ട് നമുക്ക് ഉണ്ടാവാം, നമുക്കത് സാധിക്കില്ല എന്നുള്ള ബോധ്യം ഉണ്ടായും കൊണ്ട് നമ്മൾ ഇതിൽ നിന്ന് ഇനി ഭാവിയിലേക്ക് അവിടേക്ക് എത്തിപ്പെടാനുള്ള ശ്രമങ്ങൾ നടത്തുന്ന രീതിയിലൊക്കെ ആയിരിക്കാം നിങ്ങളിപ്പം ഡിഗ്രിക്ക് ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. ഇവിടെ ഈ മൂക്ക് കോഴ്സസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസുകളൊന്നുമില്ല. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് IIT മദ്രാസിൽ പോയി പഠിക്കണം. IIT മദ്രാസിൽ പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. IIT മദ്രാസിൽ പോയി പഠിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ എൻട്രൻസ് എഴുതി പാസ്സായി ക്വാളിഫൈ ചെയ്ത് ഇന്റർവ്യൂവിൽ നിങ്ങൾ സ്കോർ ചെയ്താൽ മാത്രമേ IIT മദ്രാസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. പക്ഷേ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ IIT മദ്രാസിലെ പ്രൊഫസേഴ്സ് ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആ ക്ലാസ്സുകളിൽ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാതെ നിങ്ങൾക്ക് അത്തരം ക്ലാസ്സുകൾ, അത്തരം കോഴ്സസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അവരുടെ ക്ലാസ്സുകൾ കേൾക്കാം. എമിനന്റ് ആയിട്ടുള്ള ഓരോ സബ്ജക്റ്റിലും എമിനന്റ് ആയിട്ടുള്ള സ്കോളേഴ്സുകൾ, ഇന്ത്യയിലെ തന്നെ എമിനന്റ് സ്കോളേഴ്സ് ആയിരിക്കും ആ ക്ലാസ്സസ് എടുക്കുന്നുണ്ടാവുക. അവരുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇരിക്കാം. ഒറ്റ വ്യത്യാസമേ ഉള്ളൂ, മറ്റേത് ഒരു ഫിസിക്കൽ ക്ലാസ് റൂം ആണെങ്കിൽ ഇതൊരു വെർച്വൽ ക്ലാസ് റൂം ആണ് എന്നുള്ള ഒരു വ്യത്യാസത്തിൽ മാത്രം അത്തരത്തിലുള്ള ഒരു ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ഇരിക്കാം. ഇങ്ങനെ ഉള്ള ഒരു സംവിധാനം നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് MHRD കൊണ്ടുവന്നിട്ടുണ്ട്. ആ MHRD കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു പ്ലാറ്റ്ഫോം ഇത്തരത്തിൽ ഓൺലൈനായിട്ട് മൂക്ക് എന്ന് പറയുന്ന മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. ആ പ്ലാറ്റ്ഫോമാണ് ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. സ്വയം എന്നാണ് ആ പ്ലാറ്റ്ഫോമിന്റെ പേര്. ഈ പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ് ഇന്നത്തെ നിങ്ങളുടെ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ ഇതാണ് അതിന്റെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കാര്യമാണ്. എന്താണ് മൂക്ക് കോഴ്സസും, ഇത് നമ്മുടെ ഇന്ത്യയിലുള്ള മൂക്ക് കോഴ്സസ് ആണ് ഈ പറഞ്ഞ സ്വയം പ്ലാറ്റ്ഫോമിൽ. ഫോറിൻ കൺട്രീസിൻ്റെ ഉണ്ട്, അത് ഞാൻ എൻ്റെ സെഷന്റെ അവസാനത്തേക്ക് പറയാം. കാരണം നമ്മൾ കുറെ കൂടി നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് സ്വയം മൂക്ക് കോഴ്സസിനാണ്. അതിന്റെ കാരണങ്ങളൊക്കെ പറയാം. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാണ്. ഇനി നമ്മൾ ആ സ്വയം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം എന്താണ് എന്നുള്ളത് ഒന്ന് പരിചയപ്പെടാം. എന്റെ സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്ന് വിചാരിക്കണം. എന്തെങ്കിലും റിപ്ലൈ തരണേ. ഇപ്പൊ കാണുന്നില്ല സർ. ഒന്നും കാണുന്നില്ല. ബ്ലാങ്ക് ആയിട്ടാണ് കാണുന്നത്. ഒന്നും കാണുന്നില്ല. കണ്ടു, ക്ലിയർ ആണ്. ഓക്കെ, കാണാലോ അല്ലേ? ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഞാൻ പറഞ്ഞ സ്വയം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പ്ലാറ്റ്ഫോമിന്റെ വെബ്സൈറ്റ് എങ്ങനെയാണ് ഉണ്ടാവുക. ഈ വെബ്സൈറ്റിന്റെ അഡ്രസ്സ് ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. swayam.gov.in ഇതാണ് ഈ സൈറ്റിന്റെ വെബ് അഡ്രസ് എന്ന് പറയുന്നത്. ഇതേ സ്വയം എന്ന് പറയുന്നത് വെബ്സൈറ്റ് നിങ്ങൾക്ക് സിസ്റ്റത്തിൽ, ഞാൻ എൻ്റെ ലാപ്പിലാണ് ഇപ്പൊ നിങ്ങളുടെ അടുത്ത് ഈ ഇതില് വെബിനാറിൽ ഞാൻ അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് എൻ്റെ ലാപ്പിലാണ് ഞാൻ ഇത് എടുത്തിട്ടുള്ളത്. ഈ സ്വയത്തിന് ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റ് തന്നെ ഇതിന്റെ ഒരു മൊബൈൽ ആപ്പ്, ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കാരണം ഇതിൽ ഓൺലൈനിലായിട്ട് നമുക്ക് കോഴ്സ് ചെയ്യാൻ കമ്പ്യൂട്ടർ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല, ഒരു സ്മാർട്ട് ഫോൺ മാത്രം മതി. ഇതാണ് സ്വയം എന്ന് പറയുന്നിട്ടുള്ള പ്ലാറ്റ്ഫോം. ഈ സ്വയം എന്ന പേര് തന്നെ, സ്വയം എന്ന് പറഞ്ഞ പേര് തന്നെ അവര് കൊടുത്തിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു തീം എല്ലാവരിലും എത്തിക്കുക എന്നുള്ളതാണ്. സ്വയം, നമുക്ക് സ്വയം ഒരു കോഴ്സ് ചെയ്യാം എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു തീം ഇട്ടിട്ടുള്ളത് തന്നെ. അപ്പൊ അതുകൊണ്ട് ഈ സ്വയം എന്ന ഈ വെബ്സൈറ്റില് ഈ കോഴ്സസ് അല്ലെങ്കിൽ ഇത്തരം ഈ സ്വയം പ്ലാറ്റ്ഫോമിലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ള എഡ്യൂക്കേഷണൽ ഏജൻസീസ്, ഇന്ത്യയില് ഇന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിലുള്ള എല്ലാ എഡ്യൂക്കേഷണൽ ഏജൻസീസും ഈ സ്വയം പ്ലാറ്റ്ഫോമുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഈ സൈറ്റിന്റെ ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതിന്റെ നാഷണൽ കോർഡിനേറ്റേഴ്സ് ആയിട്ട് ഈ സ്വയം എന്ന പ്ലാറ്റ്ഫോമിൽ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള നാഷണൽ കോർഡിനേറ്റേഴ്സ് ആരൊക്കെയാണ് നമുക്ക് നോക്കിയാൽ ഇവിടെ കാണാം. AICTE, അതായത് നമ്മുടെ ഇന്ത്യയിലെ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ മുഴുവൻ കൺട്രോൾ വഹിക്കുന്നതാണ് AICTE.
അവര് ഇതുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ട്. CEC ഉണ്ട്, ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിട്ട് IGNO ഉണ്ട്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുകളുടെ കൺസോർഷ്യം ഉണ്ട്, അതിലൊന്ന് IIT ബാംഗ്ലൂർ ഉണ്ട്, പിന്നെ NCERT ഉണ്ട്, ഹയർ സെക്കൻഡറി വരെയുള്ള നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കൺട്രോൾ ചെയ്യുന്ന ഏജൻസിയാണ് NCERT ഉണ്ട്. ഓപ്പൺ സ്കൂളിന്റെ NIOS ഇതുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്, NITTTR ഉണ്ട്, NPTEL ഉണ്ട്. NPTEL IIT-കളുടെ കൺസോർഷ്യമാണ്, ഇന്ത്യയിലുള്ള മുഴുവൻ IIT-കളും കൂടി ചേർന്നിട്ടുണ്ടാക്കിയിട്ടുള്ളതാണ് ഈ NPTEL എന്ന് പറയുന്നത്. NPTEL ഉണ്ട്. അതേപോലെ തന്നെ UGC ഉണ്ട്, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ആയിട്ടുള്ള UGC ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം നമ്മുടെ എഡ്യൂക്കേഷൻ മേഖലകളിൽ, ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ മേഖലകളിൽ നിൽക്കുന്ന മുഴുവൻ ഏജൻസീസിനെയും ഒരു പ്ലാറ്റ്ഫോമിന്റെ അകത്ത് കൊണ്ടുവന്നിട്ട് ഓൺലൈൻ കോഴ്സസ് ഇവർ നടത്തുന്ന ഈ ഏജൻസീസിന്റെ മുഴുവൻ അണ്ടറിലുള്ള മുഴുവൻ ഓൺലൈൻ കോഴ്സസിനെയും ഒരു പ്ലാറ്റ്ഫോമിൽ ഒരൊറ്റ ഇതില് എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സ്വയം എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം. ഇനി MOOC കോഴ്സസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, നിങ്ങൾ ഈ സ്വയം പ്ലാറ്റ്ഫോം എടുത്തു കഴിഞ്ഞാൽ സ്വയം പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ഒരു സൈൻ ഇൻ പ്രോസസ്സ് ഉണ്ട്. ആ സൈൻ ഇൻ പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എപ്പോഴും. ഞാൻ ഇതിന്റെ ഒരു ചെറിയൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്കാണ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. അതിന്റെ മുമ്പ് നിങ്ങളുടെ കോളേജ്, അതായത് ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ലോക്കൽ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കാണാം. അതായത് ഈ സ്വയം പ്ലാറ്റ്ഫോം യൂസ് ചെയ്ത് അതിൻ്റെ അകത്ത് കോഴ്സസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഏജ് ലിമിറ്റ് ഇല്ല, അങ്ങനെയുള്ള യാതൊന്നുമില്ല. എന്നാലും പഠിക്കുന്ന കുട്ടികൾക്ക്, പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി കഴിഞ്ഞ് മുകളിലേക്കുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി തൊട്ട് 10ാം ക്ലാസ് ബേസിക് എഡ്യൂക്കേഷൻ കഴിഞ്ഞ് അതിന്റെ മുകളിലേക്കുള്ള എഡ്യൂക്കേഷൻ നേടുന്നവർക്ക് അവരെ ഒന്നുകൂടി എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ഇവർ കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്കീമാണ് ഈ ലോക്കൽ ചാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലോക്കൽ ചാപ്റ്റേഴ്സ് അവര് ഓരോ ജില്ലകളിൽ അല്ലെങ്കിൽ ഓരോ ഏരിയാസിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ അവർ അതിന്റെ ലോക്കൽ ചാപ്റ്റേഴ്സ് ആയിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ നിശ്ചയിക്കാനുള്ള ക്രൈറ്റീരിയ ഒന്നുമില്ല. നമ്മൾ അതിന്റെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആവണം, നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കുട്ടികൾ പഠിക്കണം. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടും അതിനുവേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് വിത്തിൻ 1 or 2 weeks നിങ്ങൾക്ക് അതിന്റെ കൺഫർമേഷൻ കിട്ടും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ, ലോക്കൽ ചാപ്റ്റേഴ്സ് ആയി കഴിഞ്ഞാലുള്ള ഗുണം, അവിടെ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്കുള്ള എക്സാം സെന്റേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടുള്ള അതേ സിറ്റിയിൽ തന്നെ അതിന്റെ രജിസ്ട്രേഷൻ കിട്ടും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പം ഇങ്ങനെ എനിക്കൊരു ഫോൺ വന്നതുകൊണ്ടാണ് ചെറിയൊരു ലാഗിങ് വന്നത്. എല്ലാവരോടും ഒരു സോറി പറയാണ് ആദ്യം. അപ്പൊ ഇവിടെ ഞാൻ ആ ഫോണിലേക്ക് ശ്രദ്ധിച്ചു പോയി. അതാണ് എൻ്റെ എനിക്കിപ്പം ഞാൻ പറഞ്ഞപ്പോൾ ചെറിയൊരു കമ്മ്യൂണിക്കേഷൻ എനിക്ക് തന്നെ ഒരു ലാഗ് ഫീൽ ചെയ്യും. ഇവിടെ ലോക്കൽ ചാപ്റ്റേഴ്സ് ആയിട്ട് നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് രജിസ്റ്റർ ചെയ്യാം. നിങ്ങളെ ഇൻസ്റ്റിറ്റ്യൂട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതിന്റെ കൺഫർമേഷൻ വിത്തിൻ 1 or 2 weeks നിങ്ങൾക്ക് കിട്ടും. കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലോക്കൽ ചാപ്റ്റേഴ്സിന്റെ അണ്ടറിൽ നിങ്ങൾക്ക് ഈ കോഴ്സസിന് രജിസ്റ്റർ ചെയ്യാം. ഇനി എങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ്സ്, എന്തൊക്കെയാണ് അതിന്റെ ബെനിഫിറ്റുകൾ എന്നുള്ള രീതിയിലേക്കാണ് ഇനിയിപ്പോൾ പോകുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇങ്ങനെ ഒരു സൈറ്റിൽ കയറി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ആപ്പിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അവിടെ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനാണുള്ളത്. ആ രജിസ്ട്രേഷൻ നമുക്ക് ചെയ്യാൻ 5 മാർഗങ്ങളുണ്ട്. 5 മാർഗത്തിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. 5 മാർഗത്തിൽ എങ്ങനെയാ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നിങ്ങൾക്ക് ഒരു മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. മൈക്രോസോഫ്റ്റ് അക്കൗണ്ട് വെച്ച് രജിസ്റ്റർ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് Gmail ID ഇന്നിപ്പം ഒരുവിധം എല്ലാവർക്കും ഉള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ Google ID വെച്ചിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അതും അല്ലെങ്കിൽ നിങ്ങളുടെ ഫേസ്ബുക്ക്, അത് എന്തായാലും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാത്തവരല്ല, നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിലുള്ളവരാണ്. ഇപ്പൊ ഫേസ്ബുക്ക് ID ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസ്ബുക്ക് ID വെച്ചിട്ടും ഇതിൻ്റെ അത് രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾക്ക് ഇത് 3ഉം ഷെയർ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, നമ്മുടെ സർക്കാരുമായിട്ട് നമ്മുടെ ഈ 3 ID നമുക്ക് ഷെയർ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് ഒരു സൈൻ അപ്പ് ഫോം ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നിങ്ങൾക്കൊരു വേറെ ഈ സ്വയം പ്ലാറ്റ്ഫോമിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾക്കൊരു യൂസർ ID പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള നിങ്ങളുടെ ഗൂഗിൾ അക്കൗണ്ടുമായിട്ട് രജിസ്റ്റർ ചെയ്യിക്കുന്നതാണ് ഏറ്റവും എളുപ്പം. കാരണം ഓൾറെഡി നമ്മൾ ഫോണിലൊക്കെ ആണെങ്കിൽ നമ്മുടെ ഫോണിൽ നമ്മുടെ അക്കൗണ്ട് ലിങ്ക്ഡ് ആയിരിക്കും. രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല.
നമ്മുടെ അക്കൗണ്ടും പാസ്വേഡും വെരിഫൈ ചെയ്ത് കഴിയും. ഞാൻ എൻ്റെ ജിമെയിൽ അക്കൗണ്ടുമാണ് വെരിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പൊ ഇതാണ് നമ്മുടെ ഫസ്റ്റ് പാർട്ട്. ഈ സ്വയം എന്ന് പറഞ്ഞ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ഞാൻ പറഞ്ഞ മെത്തേഡിൽ ഏതെങ്കിലും ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കോഴ്സസ് ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ജസ്റ്റ് നമുക്കൊന്ന് കോഴ്സ് പരിചയപ്പെടാം. ഇവിടെ കോഴ്സ് കാറ്റലോഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് കാണാം. അതിൻ്റെ അകത്ത് ഓൾ കൊടുക്കാം. ഓൾ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം അവൈലബിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ കോഴ്സസും നമുക്ക് കാണാം. അത് എല്ലാ കോഴ്സും നമ്മൾ ചെയ്യണം എന്നല്ല, എല്ലാ കോഴ്സും നമുക്ക് കാണാം. നമുക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ്, ഫോർ എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റ് കൂടാതെ നമുക്ക് താല്പര്യമുള്ള മറ്റേതെങ്കിലും സബ്ജക്റ്റുകളൊക്കെ ഉണ്ടാവാം. അത് നമുക്ക് ഡിഗ്രിക്ക് ഒരു സബ്ജക്റ്റേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് കൊണ്ട് നമ്മൾ പഠിക്കാതെ ഇരിക്കുന്നതായിരിക്കാം. അപ്പൊ അത്തരത്തിലുള്ള സബ്ജക്റ്റുകൾ നമുക്ക് വേറെ ഏതെങ്കിലും സബ്ജക്റ്റുകൾ നമുക്ക് കോഴ്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് അത്തരം കോഴ്സസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ അനിമേഷന് താല്പര്യമുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ശരിക്കും കാണാം. ഇവിടെ ഒരു കോഴ്സ് അനിമേഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ട്. ആ കോഴ്സ് നമുക്ക് ചെയ്യാം. ഈ കോഴ്സ് ഓഫർ ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ തന്നെ ടോപ്പ് യൂണിവേഴ്സിറ്റികളിലായിട്ട് ഒന്നായിട്ടുള്ള BHU ആണ്, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി ഓഫർ ചെയ്തിട്ടുള്ള കോഴ്സാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇനി ഇഗ്നോന്റെ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കോഴ്സ്, ഇങ്ങനെ ഇവിടെ നിങ്ങൾ ഈ കോഴ്സിന്റെ താഴത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഒട്ടനവധി കോഴ്സസ് നമുക്ക് കാണാൻ പറ്റും. വളരെയധികം കോഴ്സസ് ഇതിൻ്റെ അകത്തുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് നമുക്ക് താല്പര്യമുള്ള കോഴ്സസിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഇവിടെ ഫോർ എക്സാമ്പിൾ ഒരു കാര്യം കൂടി ഉണ്ട്, സ്റ്റുഡൻസിനോടാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ സമയത്ത് തന്നെ ചോദിക്കാം കേട്ടോ. ഒരു മിനിറ്റ്, എനിക്കിപ്പോ ഒരു 10 കോൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഒന്ന് അറ്റൻഡ് ചെയ്തോട്ടെ. ഞാനൊരു വെബിനാറിലാണ്, തിരിച്ചു വിളിക്കാം. തിരിച്ചു വിളിക്കാം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇത്തരം കോഴ്സസ് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇനി എങ്ങനെയാണ് നമ്മൾ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് നോക്കാം. ഇപ്പൊ ഇവിടെ ഈ അനിമേഷൻസ് താല്പര്യമുള്ള കുട്ടികളുണ്ടെങ്കിൽ അനിമേഷൻസിൽ നിങ്ങൾക്ക് ഒരു കോഴ്സ് ചെയ്യണം, അതിനെപ്പറ്റി പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ആ അനിമേഷൻ എന്ന് പറഞ്ഞ കോഴ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കുക. ആ കോഴ്സസ് നമുക്ക് നോക്കുക. ആ കോഴ്സസിന്റെ ഒരുവിധം ഡീറ്റെയിൽസുകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ള കോഴ്സ് ലേ ഔട്ട്, എത്ര വീക്ക് കോഴ്സ് ആണ് എന്നുള്ളത് കാണാം. ഇത് 12 വീക്ക് കോഴ്സ്, 15 വീക്ക് കോഴ്സ് ആണ്. ഓരോ വീക്കിലും എന്താണ് ക്ലാസ്സസ് എടുക്കുക എന്നുള്ളത് ഇവിടെ ഓരോന്നായിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. അത് നോക്കാം. ഇനി ഈ കോഴ്സിനെ പറ്റിയുള്ള ഒരു ചെറിയ സമ്മറി വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ കാണും. എലക്റ്റീവ് ആയിട്ടുള്ള കോഴ്സാണ്, ഡ്യൂറേഷൻ 15 വീക്കാണ്. സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് ഇവിടെ കാണാം, എൻഡ് ചെയ്യുന്ന ഡേറ്റ് ഇവിടെ കാണാം. എക്സാം ഡേറ്റ് കാണിക്കാത്തതുകൊണ്ട് ഒരുപക്ഷെ ഈ കോഴ്സിന് എക്സാം ഉണ്ടാവില്ല. കാറ്റഗറി കമ്പ്യൂട്ടർ സയൻസിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണ്. പോസ്റ്റ് ഗ്രാജുവേഷൻ, അതായത് ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്കാണ് കൂടുതൽ ഈ കോഴ്സ് മനസ്സിലാക്കാനുള്ള ഇത് ഉണ്ടാവുക എന്നുള്ളതാണ് ആ ലെവൽ എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആർക്കും ജോയിൻ ചെയ്യാം. നിങ്ങൾ ഈ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചൊരു കുട്ടി ആയിക്കൊള്ളണമെന്നില്ല ഇതിൽ ജോയിൻ ചെയ്യാൻ. നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ജോയിൻ ചെയ്യാം. ഇത് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള പലതരത്തിലുള്ള കോഴ്സസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ സാധിക്കും. അപ്പൊ ഇത്തരം കോഴ്സസ് നമുക്ക് ചെയ്യാൻ സാധിക്കും. എന്താണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഈ ഒരു സ്വയം പ്ലാറ്റ്ഫോമിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സ്വയം പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്, ഈ സ്വയം പ്ലാറ്റ്ഫോമിൽ ജോയിന്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണെങ്കിലും ഇതുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഏജൻസീസ് ആണെങ്കിലും മുഴുവൻ ഇന്ത്യൻ ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ഏജൻസീസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ കോഴ്സസിൽ നിങ്ങൾ ചെയ്യുന്ന കോഴ്സും അതിന്റെ സർട്ടിഫിക്കറ്റും ഇന്ത്യയിലെ എല്ലാ ഗവൺമെന്റ് ഓർഗനൈസേഷനും അപ്രൂവ്ഡ് ആണ്, വാലിഡ് ആണ്. അപ്പൊ നിങ്ങൾ ചെയ്യുന്ന ഓരോ കോഴ്സിനും ഇതിന്റെ അകത്ത് ഇപ്പൊ ഞാൻ പറഞ്ഞു മാക്സിമം 16 വീക്ക്, അതായത് ഒരു 4 മാസത്തെ കോഴ്സിന്റെ മേലേക്കുള്ള കോഴ്സസ് ഇതിനകത്തില്ല. അങ്ങനത്തെ ചെറിയ ചെറിയ കോഴ്സസുകളാണ് ഇതിൻ്റെ അകത്തുള്ളത്. അത്തരം കോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതായാലും അല്ലാത്തതായാലും
ഇത്തരം കോഴ്സസ് ഫോർ എക്സാമ്പിൾ IIT മദ്രാസ് ഫോർ എക്സാമ്പിൾ BSc ഈ കോഴ്സ് നിങ്ങൾ ചെയ്തു, നിങ്ങൾക്ക് ഇതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റ് എന്തായിരിക്കും ഉണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ ഈ കോഴ്സ് നിങ്ങൾ ചെയ്തു എന്നുള്ളതാണ്. ഫിസിക്കലി നിങ്ങൾ ആ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിച്ചിട്ടില്ലെങ്കിലും നമ്മൾ വിർച്വലി ആ യൂണിവേഴ്സിറ്റിയുടെ ക്ലാസ്സിൽ ഇരുന്നു നമ്മൾ പഠിച്ചു, അതിന്റെ എക്സാം എഴുതി പാസ്സായി യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള മുഴുവൻ ഏജൻസീസും ഗവൺമെന്റ് ഏജൻസീസും അംഗീകരിച്ചതാണ്. ഫോർ എക്സാമ്പിൾ ഈ ടീച്ചേഴ്സിന്റെ കേസസിലും ടീച്ചേഴ്സിനും അർപ്പിത് കോഴ്സസ് ഉണ്ട്, ആനുവൽ റിഫ്രഷർ പ്രോഗ്രാം ഇൻ ടീച്ചിങ് എന്ന് പറഞ്ഞിട്ട് അർപ്പിത് കോഴ്സസ് ടീച്ചേഴ്സിനായിട്ട് ഇവർ നടത്തുന്നുണ്ട്. അതും എല്ലാ എല്ലാ ഗവൺമെന്റ് ഏജൻസീസും അംഗീകരിച്ച കോഴ്സസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ പ്ലാറ്റ്ഫോം ആണ് ഈ സ്വയം എന്ന് പറയുന്ന പ്ലാറ്റ്ഫോം. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇത്തരത്തില് ഏത് യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ ഏത് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന കോഴ്സും നിങ്ങൾക്ക് ഇവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ സ്വയം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. അപ്പൊ ഇതാണ് ഒരു എന്താ പറയാ സ്വയം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു പ്ലാറ്റ്ഫോമിനെ പറ്റി എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. എന്തോ ഒരു കുഴപ്പം പറ്റിയിട്ടുണ്ടല്ലോ. എന്റെ സ്ക്രീൻ കാണുന്നുണ്ടോ? Yes, sir. Google account കാണുന്നുണ്ട്. കാണുന്നുണ്ടല്ലോ അല്ലെ? കാണാനുണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ് ഈ സ്വയം എന്ന് പറഞ്ഞിട്ടുള്ള ഈ പ്ലാറ്റ്ഫോം. ഇനി ഇതിന്റെ അകത്തുള്ള കോഴ്സസ് നമുക്ക് എല്ലാ കോഴ്സും ഒറ്റയടിക്ക് നോക്കി ഇതിന്റെ അകത്ത് സെലക്ട് ചെയ്യാൻ ഒരുപക്ഷെ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്ത് സെലക്ട് ചെയ്യാം. ബേസ് ചെയ്തിട്ട് ഓരോ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതിന്റെ കാറ്റഗറീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഫോർ എക്സാമ്പിൾ AICT എഞ്ചിനീയറിംഗ് ആയിട്ട് ബന്ധപ്പെട്ട കോഴ്സസ് ആണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ആനുവൽ റിഫ്രഷർ പ്രോഗ്രാം ഇൻ ടീച്ചിങ് പറഞ്ഞിട്ട് അർപ്പിത് കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് ടീച്ചേഴ്സിന് സ്പെഷ്യലി അവരുടെ ടീച്ചിങ് സ്കിൽസ് കൂടാനും അതോടൊപ്പം തന്നെ സബ്ജക്റ്റിലെ റിഫ്രഷ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള കോഴ്സസ് ആണ് ഇതിന് എയിം ചെയ്തിട്ടുള്ളത്. ഇത് കേവലം ടീച്ചേഴ്സിന് മാത്രമൊന്നുമല്ല, എല്ലാവർക്കും ജോയിൻ ചെയ്യാൻ പറ്റുന്ന കോഴ്സാണ്. പിന്നെ ഇത് ആർക്കിടെക്ചറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സസ് മുഴുവൻ ഈ നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടും. ഇത് എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഇതിൽ തന്നെ സബ് കാറ്റഗറി നമുക്ക് കാണാം. ഈ സിമ്പിൾ ഉള്ളതിന് സബ് കാറ്റഗറി ഉള്ളതാണ്. ഇവിടെ എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി ആണ്, ഹ്യൂമാനിറ്റീസ് ആൻഡ് ആർട്സ്. മോസ്റ്റ്ലി നമ്മുടെ കേരളത്തിലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾക്ക് നമുക്ക് നമ്മുടെ സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സസ് എവിടെ കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് നിങ്ങൾ ഈ ഹ്യൂമാനിറ്റീസ് ആൻഡ് ആർട്സ് എന്ന് പറഞ്ഞ ഈ ഹെഡിൽ നമ്മൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സസ് നമുക്ക് കിട്ടും. അതേപോലെ മാനേജ്മെന്റ് ആൻഡ് കൊമേഴ്സ്, മാനേജ്മെന്റ് സ്റ്റഡീസ്, കൊമേഴ്സ് സ്റ്റഡീസ് ഒക്കെ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസ് അത് ഈ ഒരു ഹെഡിൽ ഈ ഒരു ഇതിൻ്റെ അകത്ത് കാറ്റഗറിയിൽ നമുക്ക് കാണാൻ പറ്റും. മാത്സ് ആൻഡ് സയൻസ് സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് ഇതിൻ്റെ അകത്ത് ഒരുവിധം എല്ലാ കോഴ്സസും കിട്ടും. അപ്പോൾ കൂടുതലായിട്ടും ഈ ഒരു ഡിഗ്രിക്ക് നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ കീഴിൽ സാധാരണ ആർട്സ് ആൻഡ് സയൻസ് കോളേജിന്റെ കീഴിലുള്ള കുട്ടികൾ പഠിക്കുന്ന സബ്ജക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സസിന് നിങ്ങൾക്ക് ഈ 4 കാറ്റഗറിയിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേ സബ്ജക്ട് ഇപ്പൊ നിങ്ങളുടെ കോളേജിൽ നിങ്ങളുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫോർ എക്സാമ്പിൾ ഫിസിക്സ് സ്റ്റുഡൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ കെമിസ്ട്രി ഫിസിക്സ് സ്റ്റുഡൻസിന് എടുക്കാം. ഫിസിക്സ് സ്റ്റുഡൻസ് ആണെങ്കിൽ ഒപ്റ്റിക്സ് എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അല്ലെങ്കിൽ ഇപ്പം കൊമേഴ്സ് സ്റ്റുഡൻസിനാണെങ്കിൽ നിങ്ങൾക്ക് ഫൈനാൻസ് അല്ലെങ്കിൽ ടാലി അങ്ങനത്തെ കുറെ നിങ്ങളുടെ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സബ്ജക്റ്റുകളുണ്ട്. ഇതിന്റെ ഒക്കെ ഇത്തരത്തിലുള്ള കോഴ്സസ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മൾ മാനേജ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ അക്കൗണ്ടൻസി കാണാം, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് കാണാം, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ കാണാം, കോമേഴ്സ്, ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ടാക്സേഷൻ. ഇത് നിങ്ങൾക്ക് പഠിക്കാനുള്ളതാണെങ്കിൽ ഈ ടാക്സേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടാക്സേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഈ ഓൺലൈൻ കോഴ്സസ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഓൺലൈൻ കോഴ്സസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതിനകത്ത് ഇപ്പം ആ ഒരു ടോപ്പിക്കില് കോഴ്സസ് ഇപ്പം അവൈലബിൾ അല്ല. കാരണം എൻറോൾമെന്റ് ഓപ്പൺ ആയിട്ടുള്ള ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ വരുമ്പോൾ 2 കാറ്റഗറി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്കമിങ് എന്ന് പറഞ്ഞിട്ട് എൻറോൾമെന്റ് ഓപ്പൺ ആയിട്ടുള്ള നമുക്ക് ജോയിൻ ചെയ്ത് ക്ലാസ്സസിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്ന കാറ്റഗറി കോഴ്സസ് ആണ് ഇവിടെ കാണുക.
ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺഗോയിങ് ആണ്, ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതിൽ നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല. എൻറോൾമെന്റ് ക്ലോസ്ഡ് ആയിട്ടുള്ള കോഴ്സസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുക. ഇതിലും കോഴ്സസ് ഇല്ല, ആ കാറ്റഗറിയിൽ കോഴ്സസ് ഇല്ല എന്നാണ് നമുക്കപ്പോൾ മനസ്സിലാക്കേണ്ടത്. ടാക്സേഷൻ എന്ന് പറഞ്ഞ ആ ഒരു കോഴ്സ്, ഫോർ എക്സാമ്പിൾ നമ്മൾ മാനേജ്മെന്റ് ആൻഡ് കൊമേഴ്സ് തന്നെ എടുക്കുകയാണെങ്കിൽ, ഫിനാൻസ് എടുക്കുകയാണെങ്കിൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അതിനകത്തും കോഴ്സസ് ഇല്ല. നിങ്ങൾക്കിപ്പോൾ കോഴ്സ് കാണിച്ചിരുന്ന ഒരു സബ്ജക്റ്റ് എടുക്കുകയും വേണ്ടേ? ഇംഗ്ലീഷ് നിങ്ങളുടെ കോളേജിലുള്ള സബ്ജക്റ്റ് ആണ്. അപ്പൊ ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ നമുക്ക് ഇവിടെ സെർച്ച് ചെയ്യാം. ഇതേപോലെ നമുക്ക് ഏത് ടോപ്പിക്കിൽ സ്പെസിഫിക് ആയിട്ട് ഏതെങ്കിലും കോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് ഇതിനകത്ത് സെർച്ച് ചെയ്തിട്ട് കാണാം. ഫോർ എക്സാമ്പിൾ ഞാൻ ഇംഗ്ലീഷിന് ടൈപ്പ് ചെയ്തപ്പോൾ വന്ന കോഴ്സസ് ആണിത്. ഇംഗ്ലീഷുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സസ് ആണ് ഇത്. ഇംഗ്ലീഷ് ടീച്ചേഴ്സിന് സ്പെസിഫിക് ആയിട്ടുള്ളതാണ്. അവരെന്നെ ചെയ്യണമെന്നൊന്നുമില്ല. UGC അപ്രൂവ്ഡ് ആയിട്ടുള്ള അർപ്പിത് കോഴ്സ് ആണിത്. ടീച്ചേഴ്സിനും ചെയ്യാം, അതേപോലെ തന്നെ കുട്ടികൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണിത്. പിന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദിന്റെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ഓഫ് ദി റൊമാൻറ്റിക് പീരിയഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സസ്. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഇംഗ്ലീഷ് ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഇംഗ്ലീഷ് ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കോഴ്സസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതേപോലെ നമുക്ക് ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് കാണാൻ പറ്റും. ഇതാണ് ഇതിന്റെ ഒരു ഫസ്റ്റ് പാർട്ട്. ഞാൻ നിങ്ങളടുത്ത് പറയാൻ ഇന്ന് നിങ്ങളെ ഈ ഒരു സെഷനിൽ പറയാൻ ഉദ്ദേശിച്ചതിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് ഇപ്പം നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വേണമെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ഞാൻ അടുത്ത സെഷനിലേക്ക് കടക്കാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇതിപ്പോ നമ്മുടെ ടൈമിങ്സ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഇത്ര ടൈമിൽ ചെയ്യണം, അതായത് ഇപ്പം 9 to 10 ആണ് ക്ലാസ് അവർ, അങ്ങനെയൊക്കെ ഉണ്ടാവോ അതോ നമ്മളുടെ ഇഷ്ടത്തിന് പഠിക്കുന്നതാണോ? നല്ല ചോദ്യമാണ്. ഈ ഓൺലൈൻ മൂക്ക് കോഴ്സസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മൂക്ക് കോഴ്സസിന് ഒരു പീരീഡ് പറഞ്ഞിട്ടുണ്ടാവും. ഫോർ എക്സാമ്പിൾ 15 വീക്ക് അല്ലെങ്കിൽ 16 വീക്ക് എന്നാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 16 വീക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ വരുന്ന ജനുവരി 21 മുതൽ ഏപ്രിൽ 30 വരെ, ഞാൻ വെറുതെ പറഞ്ഞതാണ്, അങ്ങനെ ഒന്നും കോഴ്സ് ഉണ്ടോന്ന് അറിയില്ല. ജനുവരി 21 മുതൽ ഏപ്രിൽ 30 വരെയുള്ള ഒരു കോഴ്സ് ആണെങ്കിൽ നമ്മൾ ആ കോഴ്സിന് ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഏപ്രിൽ 30ന്റെ ഉള്ളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ആ കോഴ്സിന്റെ, അതായത് ഇതിൻ്റെ അകത്ത് എങ്ങനെയാ ചെയ്യുന്നത്, നമ്മൾ അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ അകത്ത് വീഡിയോസ് ഓരോ ആഴ്ചയും അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സസിന്റെ വീഡിയോസ് അതിനകത്ത് വന്നുകൊണ്ടിരിക്കും. നമ്മൾ ആ വീഡിയോസ് കാണുക, അതോടൊപ്പം ചെറിയ അസൈൻമെന്റ് ഉണ്ടാവും, ആ അസൈൻമെന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാം. ഇതിന് പ്രത്യേകിച്ച് ഒരു വീക്ക് സമയമാണ്, അതായത് ഫസ്റ്റ് വീക്ക് തൊട്ട് സെക്കൻഡ് വീക്ക് വരെയുള്ള 7 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് നിങ്ങൾക്കത് കാണാം. നിങ്ങൾക്ക് സൗകര്യമുള്ള സമയത്ത് ആ അസൈൻമെന്റ് കംപ്ലീറ്റ് ചെയ്യാം. അതിന് സ്പെസിഫിക് ആയിട്ട് പറയില്ല, ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ഫസ്റ്റ് വീക്കിന്റെയും സെക്കൻഡ് വീക്കിന്റെയും ഇടയിലായിരിക്കണം അത് കാണുന്നത്. ആ 7 ദിവസത്തിനുള്ളിൽ വേണം എന്നുള്ളതാണ്. ചില കോഴ്സസിൽ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ഒരു 4-5 വീക്ക് കഴിഞ്ഞിട്ട് ആദ്യത്തെ 1ാമത്തെ വീക്ക് തൊട്ടുള്ള ഒന്നിച്ച് ചെയ്യാനും ചില കോഴ്സസിന് അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് എല്ലാ കോഴ്സിനും അങ്ങനെ കാണാറില്ല. അപ്പൊ അതുകൊണ്ട് എനിക്കത് കോമൺ ആയിട്ട് പറയാൻ പറ്റില്ല. പക്ഷെ ഇത് പറയാൻ പറ്റും, ഒരു ആഴ്ചക്കുള്ളിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ നിങ്ങൾ സ്പെൻഡ് ചെയ്താൽ മതി ഇത്തരം കോഴ്സസിന് വേണ്ടിയിട്ട്. അങ്ങനെ നിങ്ങൾ കോഴ്സസ് ചെയ്യുമ്പോൾ, അല്ലാതെ അവര് പറഞ്ഞ പോലെ അല്ലെങ്കിൽ നമ്മളിപ്പം ഞാനും അതെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നതാണ്, നമ്മൾ ടൈം ടേബിൾ ഒക്കെ വെച്ച് 8:30 മുതൽ 9:30 വരെ ഇന്ന സബ്ജക്ട് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമ്മൾ ഓൺലൈൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അത്തരത്തിലുള്ള യാതൊരു ഇതുമില്ല. ഇത് വിർച്വൽ ക്ലാസ് റൂംസ് ആണ്. നമുക്ക് നമ്മുടെ സമയത്തിന് നമുക്ക് ആ ക്ലാസ് റൂമിൽ കയറി നമുക്ക് ആ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഓൾറെഡി റെക്കോർഡഡ് ആയിട്ടുള്ള കോഴ്സ് വീഡിയോസ് ആയിരിക്കും നമുക്ക് അപ്ലോഡ് ചെയ്ത് തരിക. അതുകൂടാതെ നമ്മളെ ഡിസ്കഷൻ
ടൈം അവരെ ആദ്യം നമ്മൾ അറിയിക്കും. നമ്മൾ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 2ാമത്തെ ആഴ്ച അല്ലെ 3ാമത്തെ ആഴ്ച 3rd വീക്ക് ഇന്ന സമയത്ത് 5 മണി മുതൽ 6 മണി വരെ ലൈവ് ഡിസ്കഷൻ ഉണ്ട്, ഇന്ന പ്രൊഫസർ അതിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെയിൽ നമുക്ക് വരും. അപ്പൊ നമുക്ക് നമ്മുടെ സബ്ജക്റ്റിൽ അത്ര എമിനന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആയിരിക്കും വന്നിട്ടുണ്ടാവുക. നമുക്ക് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടിയാണത്. നമുക്ക് ഡയറക്റ്റ് അവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സമയമാണ് ആ ലൈവ് ഡിസ്കഷൻസ് എന്ന് പറയുന്നത്. അതിനും ഇതിനകത്ത് സൗകര്യമുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ IITസിലെ, IIMലെ, IISc ബാംഗ്ലൂർ, ഇങ്ങനെയുള്ള ഡിഫറെന്റ് IIM, അതേപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികള്, JNU, BHU, അലിഗഡ്, ഇങ്ങനെ ഇന്ത്യയിലെ തന്നെ ടോപ്പ് യൂണിവേഴ്സിറ്റികളാണെങ്കിലും ഇന്ത്യയിലെ തന്നെ ടോപ്പ് പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണെങ്കിലും അവിടെയൊക്കെ ഉള്ള പ്രൊഫസേഴ്സിനെ ലൈവായിട്ട് നമുക്ക് അവരുമായിട്ടുള്ള ഡിസ്കഷൻ പോസിബിൾ ആണ്. അതിനും കൂടി കാരണം ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് അത്തരത്തിലുള്ള ഒരു എമിനന്റ് പേഴ്സണാലിറ്റീനെ ആയിട്ടൊരു ഡിസ്കഷൻ എന്ന് പറയുന്നത് നമുക്ക് അത്ര എളുപ്പമൊന്നുമല്ലായിരുന്നു. പക്ഷെ ഇന്ന് അതും പോസിബിൾ ആക്കിയിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ടെക്നോളജി കൊണ്ട്. നമ്മൾ ഈ സ്റ്റുഡൻസ് ആയിട്ട് നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ മാക്സിമം ഇത്തരത്തിലുള്ള നിങ്ങൾക്ക് കിട്ടുന്ന അവസരങ്ങൾ മാക്സിമം നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ഈ ഒരു 3 വർഷം നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡീസിന്റെ ഒപ്പം നിങ്ങളുടെ BSc അല്ലെങ്കിൽ നിങ്ങളുടെ ഡിഗ്രിയുടെ കൂടെ തന്നെ ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റ് കോഴ്സസുകൾ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ പ്രൊഫൈൽ എൻഹാൻസ്മെന്റ്, അത് അതിന്റെ വേറൊരു തലാണ്. നിങ്ങളെ പ്രൊഫൈൽ എൻഹാൻസ് ചെയ്യും. കാരണം 3 വർഷത്തെ ഡിഗ്രി കഴിഞ്ഞു പോകുമ്പം തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റെസ്യൂമെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഒരു 10 15 ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു വാലിഡിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു വാല്യൂ എന്ന് പറയുന്നത് കേവലം ഡിഗ്രി കഴിഞ്ഞ ഒരാളുടെ ആ ഒരു റെസ്യൂമിന്റെ ഒരു 10 ഇരട്ടിയോ അല്ലെങ്കിൽ 15 ഇരട്ടിയോ ആയിരിക്കും ഇത്തരം സർട്ടിഫിക്കറ്റ് കോഴ്സസ്. അതും ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്നുള്ള അവർ നടത്തുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സസ് കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ്സ് നമ്മൾ എടുത്തുണ്ടാവുക എന്ന് നമ്മുടെ റെസ്യൂമിൽ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രൊഫൈലാണ് അതിൽ എൻഹാൻസ് ചെയ്യപ്പെടുന്നത്. കാരണം ഇനി വരുന്ന ഒരു കാലം എന്ന് പറയുന്നത് പ്രൊഫൈൽ നോക്കിയിട്ടാണ്. നമ്മുടെ ഏതൊരു വ്യക്തിയാണെങ്കിലും അയാളുടെ പ്രൊഫൈലിന് വലിയ വാല്യൂ വരുന്ന ഒരു കാലത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ നമ്മുടെ പ്രൊഫൈലിനെ എൻഹാൻസ് ചെയ്യിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ എഡ്യൂക്കേഷന്റെ കൂടെ, ഡിഗ്രിയുടെ കൂടെ തന്നെ നമ്മുടെ പ്രൊഫൈലിനെ എൻഹാൻസ് ചെയ്യിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യണം. അതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഈ പ്രോജക്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും. അതിന്റെ കൂടെ ഇപ്പം ഈ ഓൺലൈൻ MOOC കോഴ്സസിന് അതിൻ്റെതായ ഒരു എന്താ പറയാ വാല്യൂ വന്നിട്ടുണ്ട്, ഇപ്പം വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഈ പ്രൊഫൈലിന്റെ വാല്യൂസ് ഇൻക്രീസ് ചെയ്യിക്കുക ഈ 3 വർഷം കൊണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഫസ്റ്റ് സെഷൻ. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ടീച്ചറാണ് ഒരു ഡൗട്ട് ചോദിച്ചത്. ചാറ്റ് ബോക്സിൽ ഒരു സ്റ്റുഡന്റിന്റെ ഡൗട്ട് ഉണ്ടായിരുന്നു, ഇത്തരം കോഴ്സുകളൊക്കെ ഫ്രീ ആണോ, ഫീസ് ഉണ്ടോ എന്നുള്ള രീതിയിൽ. നിങ്ങൾക്ക് കോഴ്സസിൽ എൻറോൾ ചെയ്യാനും മുഴുവൻ കോഴ്സ് അറ്റൻഡ് ചെയ്യാനും ഫോർ നോളജ് ഗെയിനിങ് എന്നുള്ള പർപ്പസിനാണെങ്കിൽ 100% ഫ്രീ ആണ്. പക്ഷേ നിങ്ങൾക്ക് അതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ യു ഷുഡ് അറ്റൻഡ് ദ എക്സാമിനേഷൻ ആൻഡ് ഗെറ്റ് ദ സർട്ടിഫിക്കറ്റ്. സോ ഫോർ അറ്റൻഡിങ് ദ എക്സാമിനേഷൻ യു ഷുഡ് അപ്ലൈ ഫോർ എക്സാമിനേഷൻ ആൻഡ് ദർ ഈസ് എ എക്സാമിനേഷൻ ഫീ. എക്സാമിനേഷൻ ഫീ ഉണ്ട്. 1000 rupees ആണ് ഒരു എക്സാമിനേഷൻ ഫീ എന്ന് പറയുന്നത്. ആ 1000 rupees എന്ന് പറയുന്നത് നിങ്ങൾ അത്ര ഇതാക്കണ്ട. ലോക്കൽ ചാപ്റ്റേഴ്സ് ആയി വന്നു കഴിഞ്ഞാൽ ലോക്കൽ ചാപ്റ്റേഴ്സിന്റെ അകത്തുള്ള സ്റ്റുഡൻസിന് എല്ലാവർക്കും ഇല്ല, അവർ ചില കണ്ടീഷൻ വെക്കുന്നുണ്ട്. SC ST, ഫിനാൻഷ്യലി ബാക്ക്വേർഡ്, അതേപോലെ തന്നെ ഫിസിക്കലി ചാലഞ്ചഡ് ആയിട്ടുള്ളവര്, ഇങ്ങനെയൊക്കെ ഉള്ള കുറെ ടൈപ്പ് അവർ പറയുന്നുണ്ട്. അവരിലൊക്കെ നിങ്ങൾ ഈ ലോക്കൽ ചാപ്റ്റേഴ്സ് വന്നു കഴിയുമ്പോൾ ലോക്കൽ ചാപ്റ്റേഴ്സിൽ അതിന്റെ ഒരു കോർഡിനേറ്റർ ഉണ്ടാവും, സ്പോക്ക് എന്നാണ് പറയപ്പെടുന്നത്. ആ സ്പോക്ക് ത്രൂ നമ്മളത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സാമിനേഷൻ ഫീ 1000 രൂപ എന്നുള്ളത് 500 രൂപയായിട്ടും 250 രൂപയായിട്ടും ഒക്കെ അവര് വീവ് ചെയ്ത് കൊടുക്കാറുണ്ട്. വേറെ ഡൗട്ട്സ് എന്തെങ്കിലും? ഞാൻ ചാറ്റ് ബോക്സ് കാണുന്നില്ല. വേറെ എന്തെങ്കിലും ഡൗട്ട് വന്നിട്ടുണ്ടോ? ഇത്തരം കോഴ്സ് ഫ്രീ ആണ്. വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയാണെങ്കിൽ അതേപോലെ ടൈപ്പ് ചെയ്തിടാട്ടോ.
ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഡൗട്ട്സ് ഇല്ലാന്ന് വിചാരിക്കുന്നു. ഞാൻ വളരെ നന്നായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കും യാതൊരു ഡൗട്ട്സും ഇല്ല. ഞാൻ ഇതിന്റെ ഒരു സെക്കൻഡ് പാർട്ടിലേക്ക് പോവാണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, പക്ഷെ നിങ്ങളുടെ അക്കാദമിക്സുമായിട്ട് കുറച്ചുകൂടി ക്ലോസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ഈ വർഷം അല്ല കഴിഞ്ഞ വർഷം തൊട്ട് ഡിഗ്രിക്ക് ചേർന്ന കുട്ടികൾക്ക് ഓഡിറ്റ് കോഴ്സസ് എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു പുതിയൊരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്, ഓഡിറ്റ് കോഴ്സസ് എന്ന് പറഞ്ഞിട്ട്. ഈ ഓഡിറ്റ് കോഴ്സസിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ ബ്രിഡ്ജ് കോഴ്സസിലാണെങ്കിലോ അല്ലെങ്കിൽ ഇൻഡക്ഷൻ പ്രോഗ്രാംസിലാണെങ്കിലോ നിങ്ങളുടെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് അത് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഓഡിറ്റ് കോഴ്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സിലബസുമായിട്ട് ബന്ധപ്പെട്ടതല്ല. നിങ്ങൾക്ക് അതില് പ്രത്യേകിച്ച് കോളേജുകളിൽ ക്ലാസ്സുകളൊന്നും തരില്ല എന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും തോന്നുന്നു. അങ്ങനെയാണ് യൂണിവേഴ്സിറ്റി പറയുന്നത്. പ്രത്യേകിച്ച് അതിന് ക്ലാസ്സസ് ഇല്ല. ഓരോ സെമിസ്റ്ററിലും ആദ്യത്തെ 1, 2, 3, 4 ആദ്യത്തെ 4 സെമിസ്റ്ററിലും നിങ്ങൾ ഓരോ കോഴ്സ് ഓഡിറ്റ് കോഴ്സ് ചെയ്യണം. അതിന്റെ എക്സാം നടത്തി അതിന്റെ മാർക്ക് ലിസ്റ്റ് യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുത്താൽ മാത്രമേ ഫൈനൽ ഇയറിൽ നിങ്ങൾ ഡിഗ്രി കഴിഞ്ഞ് ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് വാങ്ങുമ്പോൾ ഈ മാർക്ക് ലിസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ഇതാണ് യൂണിവേഴ്സിറ്റിന്റെ റെഗുലേഷൻസിലുള്ളത്. അപ്പോൾ ഈ ഓഡിറ്റ് കോഴ്സ് എങ്ങനെ നടത്താം എന്നുള്ളതിന് യൂണിവേഴ്സിറ്റിന്റെ റെഗുലേഷനിൽ യൂണിവേഴ്സിറ്റി 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, യൂണിവേഴ്സിറ്റി ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് പൂൾ ഓഫ് ക്വസ്റ്റ്യൻസ് ഇടും. ആ പൂൾ ഓഫ് ക്വസ്റ്റ്യൻസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ടീച്ചേഴ്സിന്, നിങ്ങളുടെ കോളേജിലെ ടീച്ചേഴ്സിന് കോളേജിൽ നിന്ന് എക്സാം നടത്താം. ക്ലാസ്സസ് ഒന്നുമില്ല, എക്സാം നടത്താം. എന്നിട്ട് അതിന്റെ മാർക്ക് യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കാം. ഇതാണ് ഒരു മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് പറഞ്ഞിട്ടുള്ളത് സ്റ്റുഡൻസ് ക്യാൻ ഡു ഓൺലൈൻ കോഴ്സസ്, സ്വയം പ്ലാറ്റ്ഫോം, യൂസ് സ്വയം പ്ലാറ്റ്ഫോം. നിങ്ങൾക്ക് സ്വയം പ്ലാറ്റ്ഫോമിൽ അത്തരം കോഴ്സസ് ഉണ്ടെങ്കിൽ ആ കോഴ്സസ് നിങ്ങൾക്ക് ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ഓഡിറ്റ് കോഴ്സ് നിങ്ങൾക്ക് ചെയ്യാന്ന് പറയുന്നുണ്ട്. എന്തായാലും ആ ഒരു റെഗുലേഷൻ വന്നതിന്റെ ശേഷം അല്ലെങ്കിൽ കഴിഞ്ഞ വർഷത്തെ ആ സിലബസ് പരിഷ്കരിച്ചതിന്റെ ശേഷം യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുള്ള ആ കോഴ്സസ് ഒക്കെ തന്നെ സ്വയം പ്ലാറ്റ്ഫോമിൽ ഇന്നുണ്ട്, അവൈലബിൾ ആണ്. എൻ്റെ കോളേജിലെ കുട്ടികളടുത്ത് മുഴുവൻ നമ്മൾ ഇത്തരത്തിൽ സ്വയം പ്ലാറ്റ്ഫോമില് ഓൺലൈൻ കോഴ്സസ് ആണ് നമ്മൾ ചെയ്യിപ്പിക്കുന്നത്. 2 കാര്യമാണ്. ഒന്ന്, നിങ്ങൾക്ക് ആ ഒരു സെമ്മിൽ പറഞ്ഞിട്ടുള്ള ഓഡിറ്റ് കോഴ്സസ് എന്ന് പറയുന്നത് കുറച്ചുകൂടി സാമൂഹിക സോഷ്യലി നമ്മളെ കണക്ട് ചെയ്യുന്ന കുറെ കോഴ്സസ് ആണ്. ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ജെൻഡർ സ്റ്റഡീസ്, എൻവിയോൺമെന്റൽ സ്റ്റഡീസ്, അതേപോലെ IPR, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്, ഇങ്ങനെയൊക്കെയുള്ള സബ്ജക്റ്റുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമ്മൾ കേവലം നമ്മുടെ അക്കാദമിക്സ് മാത്രം പഠിച്ചു പോയാൽ പോരാ. കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്ന സബ്ജക്റ്റിന്റെ പുറത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനെ മുൻനിർത്തിയാണ് ഈ ഓഡിറ്റ് കോഴ്സ് എന്ന് പറഞ്ഞ സാധനം യൂണിവേഴ്സിറ്റി കൊണ്ടുവന്നിട്ടുള്ളത്. ഇത്തരം കോഴ്സസ് മുഴുവൻ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എൻവയോൺമെന്റൽ സ്റ്റഡീസ് ആണെങ്കിലോ ജെൻഡർ സ്റ്റഡീസ് ആണെങ്കിലോ അതല്ലെങ്കിൽ IPR ആണെങ്കിലോ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണെങ്കിലോ ഇതിലൊക്കെ തന്നെ ഓൺലൈൻ കോഴ്സസ് ഇന്ന് അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഓഡിറ്റ് കോഴ്സസ് നിങ്ങൾക്ക് സ്വയം പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അപ്പം ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ഗുണങ്ങളാണുള്ളത്. നിങ്ങൾക്കുള്ള ഗുണം ആസ് എ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്കുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ ഇത്തരം കോഴ്സസ് ഓഫർ ചെയ്യുന്നത് ഒന്നുകിൽ IGNOU ആയിരിക്കും, അതല്ലെങ്കിൽ IITs ആയിരിക്കും. IITsകളാണ് ഇത്തരം കോഴ്സസ് ഓഫർ ചെയ്ത് കണ്ടിട്ടുള്ളത്. IITsകളായിരിക്കും, അതല്ലെങ്കിൽ ഇതേപോലെ സെൻട്രൽ യൂണിവേഴ്സിറ്റികളായിരിക്കും, അല്ലെങ്കിൽ IIM ആയിരിക്കും. ഈ 4 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ഇത്തരം കോഴ്സസ് ഓഫർ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ നിങ്ങൾ ആ ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ആ കോഴ്സ് എടുത്ത് നിങ്ങൾ അതിന്റെ എക്സാം എഴുതി പാസ്സായി കഴിയുമ്പം, അതിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി കഴിയുമ്പം, ഇറ്റ് വിൽ എൻഹാൻസ് യുവർ പ്രൊഫൈൽ. പേഴ്സണലി യു ആർ ഗെറ്റിംഗ് എ ബെനിഫിറ്റ്. അതായത് നിങ്ങൾ ഈ ഓഡിറ്റ് കോഴ്സ് ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ കോളേജിൽ നിന്ന് ചെയ്യുന്ന ഒരു കോഴ്സ് ആണെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റിലും ഉണ്ടാവില്ല, എവിടെയും ഉണ്ടാവില്ല, നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുണ്ടെന്ന് പോലും എവിടെയും ഉണ്ടാവില്ല. ഇതാവുമ്പം നിങ്ങളുടെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാവും. ഇറ്റ് വിൽ എൻഹാൻസ് യുവർ പ്രൊഫൈൽ. അത് ഒരു ഘടകം, അത് നിങ്ങളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഘടകം. ഇനി നിങ്ങൾ ഇങ്ങനെ ഒരു കോഴ്സ് നിങ്ങൾ ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ കോളേജിനെയും കൂടിയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം നിങ്ങളുടെ കോളേജിൽ നിന്ന് ഇത്ര കുട്ടികള് ഇന്ന കോഴ്സ്, MES കോളേജിൽ നിന്ന് ഇത്രയും കുട്ടികൾ ഇന്ന കോഴ്സ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുവർ കോളേജ് ഈസ് ഗെറ്റിംഗ് ക്രെഡിറ്റഡ്. നിങ്ങളുടെ കോളേജിന് അതൊരു ക്രെഡിറ്റ് ആണ്. കാരണം ഇത് ഞാൻ പറഞ്ഞു, മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെന്റ് MHRDന്റെ കീഴിലുള്ള ഒരു പ്ലാറ്റ്ഫോം ആണ്. അവരുടെ അടുത്ത് കൃത്യമായിട്ട് കണക്കുണ്ടാവും.
ആരൊക്കെ എവിടെ നിന്നൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്നുള്ളതിന്റെ കൃത്യമായ കണക്ക് അവരെടുത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു കോളേജിൽ നിന്ന് ഇത്ര കുട്ടികൾ ഈ കോഴ്സ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഈ കോളേജ് ഈ കാര്യത്തിനെ എൻഹാൻസ് ചെയ്യും. ഇപ്പോഴത്തെ ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ടെക്നോളജീനെ കൂടുതലായിട്ട് എൻഹാൻസ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കൂടുതലായിട്ട് ഇപ്പൊ നടത്തിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഓൺലൈൻ ബാങ്കിങ് ആണെങ്കിലും നമ്മൾ ഏത് മേഖല എടുത്ത് നോക്കി കഴിഞ്ഞാലും നമുക്കറിയാം അവർ ടെക്നോളജീനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളെ സ്റ്റുഡൻസ് ആ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് വിൽ എൻഹാൻസ് യുവർ കോളേജ്, നിങ്ങളുടെ കോളേജിനെയും കൂടി അത് സപ്പോർട്ട് ആകും. അപ്പൊ അതുകൊണ്ട് തന്നെ രണ്ട് തരത്തിലാണ് അതിന്റെ ബെനിഫിറ്റ്. പേഴ്സണലായിട്ട് നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ട്, അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിനും ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ ഇതാണ് ഞാൻ രണ്ടാമത് പറയാൻ കൊണ്ടുവന്നിട്ടുള്ള ഒരു സബ്ജക്റ്റ്. അപ്പം ഇത് രണ്ടുമാണ് ഇന്നത്തെ എൻ്റെ ഒരു ടോക്കിൽ ഞാൻ പറയണം എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇത് രണ്ടും ഏകദേശം ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ശരിക്കും ഇതല്ല, നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ധാരാളം പറയാനുണ്ട്. പക്ഷെ ഒറ്റയടിക്ക് എല്ലാം കൂടി പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബോറടിക്കും. അപ്പൊ അതുകൊണ്ടാണ് ജസ്റ്റ് ഞാനിപ്പോ ഒരു സ്പാർക്ക് മാത്രമേ തന്നിട്ടുള്ളൂ. ഈ സ്പാർക്കിൽ നിന്ന് തീയായി, ആ തീയിന്ന് എന്താ പറയാ പ്രകാശം വന്ന് ജ്വാലകളായിട്ട് മാറുകയാണ് നിങ്ങൾ വേണ്ടത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പാർക്കാണ് ഇപ്പൊ തന്നിട്ടുള്ളത്. ഈ സ്പാർക്ക് എത്ര പേർക്ക് സ്പാർക്കായി എന്നുള്ളത് എനിക്ക് അറിയില്ല. എന്തായാലും ഒന്ന് രണ്ട് ഡൗട്ട്സ് ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിനോട് താല്പര്യം വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ ഇനിയും ഇതേപോലെ നിങ്ങൾക്കിപ്പം ഇനിയും ഡൗട്ട്സ് ചോദിക്കാൻ സമയമുണ്ട്. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാം. ഉച്ച സമയമായതുകൊണ്ടാണ് ഞാൻ ഒന്ന് വേഗത്തിലും ഒന്ന് ചുരുക്കിയിട്ടും പറഞ്ഞിട്ടുള്ളത്. കാരണം പലർക്കും ഉറക്കം വരാനുള്ള സാധ്യത ഉണ്ട്. അത് ഒരു ഇതാണ്, കാരണം ഓൺലൈനാണ് മോഡ്. അങ്ങനെയൊക്കെ വരുമ്പോൾ കുറെ അതിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെ ചുരുക്കിയിട്ടാണ് ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളത്. ഇതിനെ തന്നെ ഇനിയും പറയാനുണ്ട്, ഇനിയും ഇതിൽ തന്നെ കുറെ പറയാനുണ്ട്. നിങ്ങൾക്ക് ലോക്കൽ ചാപ്റ്റേഴ്സ് ഒക്കെ ആയി കഴിയുമ്പം അതിന്റെ കാര്യങ്ങളെ പറ്റി കുറെ പറയാനുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് ആവാം. കാരണം ഇപ്പം ഇത്രയായി സമയം, ഏകദേശം 3 മണിയോട് എടുക്കാറായി. നമുക്ക് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഞാനിപ്പോ ഇവിടെ പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. സ്റ്റുഡൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമുക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻസ് എന്തിനെങ്കിലും കുറിച്ച് വേണം എന്നുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇത് മെസ്സേജ് അയച്ചോളൂ, അല്ലെങ്കിൽ വോയിസ് ഓൺ ചെയ്തിട്ട് ചോദിക്കൂ. ആരോ പറയുന്നുണ്ട് വോയിസ് ഇല്ലാന്ന്. എന്റെ വോയിസ് ആണോ ഇല്ലാത്തത്? ഇടയ്ക്ക് ചെറുതായിട്ടൊന്ന് ബ്രേക്ക് ആയിട്ടുണ്ടായിരുന്നു. മേ ബി നെറ്റ്വർക്ക് ഇഷ്യൂന്റെ ആയിരിക്കും. ഓക്കെയാണ്, ഇപ്പൊ എല്ലാം ക്ലിയർ ആണ് സർ. ഓക്കെ. സർ, എനിക്കൊരു ക്വസ്റ്റ്യൻ. ഇതിപ്പോ കോളേജിലെ ഒരു സ്റ്റുഡന്റിന് മാത്രമാണോ ചെയ്യാൻ പറ്റുന്നത്, അതോ ആർക്ക് വേണമെങ്കിലും ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടോ? ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. കോളേജിന്റെ സ്റ്റുഡൻസിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, നമ്മള് ലോക്കൽ ചാപ്റ്ററിന്റെ ഒരു കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെ ലോക്കൽ ചാപ്റ്റർ ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ആ ലോക്കൽ ചാപ്റ്ററിന്റെ അണ്ടറിൽ ചെയ്യുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സ്റ്റുഡൻസിന് മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാതെ സ്വയം പ്ലാറ്റ്ഫോമിൽ ഒരു കോഴ്സ് ചെയ്യാൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിക്കുന്ന ആൾ പോലും ആവണ്ട. ഇന്ത്യയിലുള്ള ഏത് സിറ്റീസണിനും നോളജ് ഫോർ എവരി വൺ എന്നുള്ളതാണ് അതിന്റെ മോട്ടോ തന്നെ. സ്വയം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഡെവലപ്പ് ചെയ്യുമ്പോൾ കൊണ്ടുവന്നിട്ടുള്ള മോട്ടോ എന്ന് പറയുന്നത് നോളജ് ഫോർ എവരി വൺ എന്നുള്ള ആ ഒരു മോട്ടോയിൽ കൊണ്ടുവന്നത്. അപ്പം അതിൽ അങ്ങനെയല്ല. പക്ഷെ ഞാൻ പറയുന്നത് ലോക്കൽ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ലോക്കൽ ചാപ്റ്റർ രജിസ്ട്രേഷൻ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കുറച്ച് സ്റ്റുഡൻസിന് മാത്രമേ അതിലൂടെ ചെയ്യാൻ പറ്റുള്ളൂ. സ്വയം കോഴ്സ് ആർക്കും ചെയ്യാം. ലോക്കൽ ചാപ്റ്ററിന്റെ സർ ഒരു ഡൗട്ട് ഉണ്ട് സർ. ഈ ലോക്കൽ ചാപ്റ്ററിന്റെ ബെനിഫിറ്റ്സ് ടീച്ചേഴ്സിന് എടുക്കാൻ പറ്റില്ലല്ലോ അല്ലെ? കുട്ടികൾക്ക് മാത്രം. അല്ല, ആ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് പറഞ്ഞേ. ലോക്കൽ ചാപ്റ്റേഴ്സ് ആയി കഴിയുമ്പോൾ കുറെ കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഫോർ എക്സാമ്പിൾ, ലോക്കൽ ചാപ്റ്റേഴ്സ് ആയി കഴിയുമ്പോൾ കുട്ടിക്ക് രജിസ്ട്രേഷന്റെ സമയത്ത് കുട്ടികളടുത്ത് ചോദിക്കും. കുട്ടികളല്ല, ടീച്ചേഴ്സിനൊക്കെ കോഴ്സ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. കുട്ടികളാണെങ്കിലും ടീച്ചേഴ്സ് ആണെങ്കിലും സ്വയം പ്ലാറ്റ്ഫോമിൽ കോഴ്സസ് ചെയ്യുമ്പോൾ ഞാൻ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ കോളേജിലെ ടീച്ചേഴ്സ് അടക്കം ഈ സ്വയത്തില് കോഴ്സ് ചെയ്യുന്നവരാണ്. ഒരു വർഷം ഏകദേശം എന്റെ കോളേജിലെ ടീച്ചേഴ്സ് എല്ലാവരും കൂടി ഏകദേശം 50 കോഴ്സസോളം ചെയ്യാറുണ്ട്. ഒരു ടീച്ചർ തന്നെ 2, 3 അല്ലെങ്കിൽ 3, 4 കോഴ്സസ് വെച്ചിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. കുട്ടികൾ ധാരാളം കോഴ്സസ് ചെയ്യാറുണ്ട്. ഈ ലോക്ക്ഡൌൺ കാലത്ത്
ഏകദേശം 60 കോഴ്സ് ചെയ്ത ഒരു കുട്ടീനെ എനിക്കറിയാം എൻ്റെ കോളേജിൽ. അപ്പോൾ അത് പോസിബിൾ ആണ്. അതല്ല, ലോക്കൽ ചാപ്റ്ററിന്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോക്കൽ ചാപ്റ്റർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അതേപോലെ ടീച്ചേഴ്സിനും ഒരേ കോഴ്സിൽ ജോയിൻ ചെയ്തു. ഫോർ എക്സാമ്പിൾ ഇംഗ്ലീഷ്, നിങ്ങൾക്ക് ഇംഗ്ലീഷ് സബ്ജക്റ്റ് ഉള്ളതുകൊണ്ടാണ്, നിങ്ങൾ ഇംഗ്ലീഷിലെ ഒരു കോഴ്സ് നിങ്ങൾക്ക് സിലബസിലുള്ള ഒരു സബ്ജക്റ്റ് ആണ്, അതിൽ ഒരു എമിനന്റ് ആയിട്ടുള്ള ഒരു പ്രൊഫസറെ ഒരു കോഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ കുട്ടികൾ അതിൽ ജോയിൻ ചെയ്തു, ടീച്ചേഴ്സും അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് മെന്ററിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഷൻ ഉണ്ട്. അതായത് സ്പോക്കിന് കുട്ടികൾക്ക് ആ ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സിനെ തന്നെ മെന്റേഴ്സ് ആക്കി അസൈൻ ചെയ്യാൻ പറ്റും. അങ്ങനെ മെന്റേഴ്സ് ആക്കി അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ ടീച്ചറുമായിട്ടുള്ള ഡിസ്കഷൻ, കോഴ്സിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷൻ പോസിബിൾ ആണ്. ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവസാനം ടീച്ചേഴ്സിന് മെന്റർ സർട്ടിഫിക്കറ്റ് എക്സ്ട്രാ വേറെ കിട്ടും. അങ്ങനെയൊക്കെ കുറെ ഓപ്ഷനുകളുണ്ട്. അത് ലോക്കൽ ചാപ്റ്റർ രജിസ്ട്രേഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറെ ബെനിഫിറ്റുകൾ വരാനുണ്ട്. അത് ഞാൻ അതാ പറഞ്ഞത്, അത് ഇനിയും പറയാൻ പോകുമ്പോൾ കുറെ പറയാനുണ്ട് അതിനെ പറ്റിയിട്ട്. അത് വേറൊരു സെഷൻ ആക്കുന്നതായിരിക്കും നന്നാവാൻ തോന്നുന്നുണ്ട്. ഓക്കെ സർ, ഒരു സ്റ്റുഡന്റിന്റെ ഡൗട്ട് ആണ്, നമ്മൾ ഇന്ത്യക്ക് പുറത്തുള്ള യൂണിവേഴ്സിറ്റീസ് നിന്നാണ് കോഴ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സാംസ് എങ്ങനെയായിരിക്കും എന്നൊരു ക്വസ്റ്റ്യൻ. ഒരു കാര്യം കൂടി സർ, കോഴ്സറിനെ പറ്റിയിട്ടും കൂടി ഒന്ന് ഒരു ഇതിന്റെ ആൻസർ അതാണ് പറയാം. അതായത് ഞാനിപ്പോ പറഞ്ഞിട്ടുള്ളത് സ്വയം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ്. ഈ സ്വയം എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ ഇന്ത്യക്ക് പുറത്തുള്ള യൂണിവേഴ്സിറ്റികൾ ഇല്ല. ഓൺലി ഇന്ത്യൻസ് അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിവേഴ്സിറ്റികളും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും മാത്രമേ ഇതിനകത്തുള്ളൂ. ഇതിന്റെ സർട്ടിഫിക്കറ്റ്സിനെ സ്വയം പ്ലാറ്റ്ഫോമിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ നിന്ന് ചെയ്യുന്ന മൂക്ക് കോഴ്സസിന്റെ സർട്ടിഫിക്കറ്റിനെ ഞാൻ പറഞ്ഞ ഇന്ത്യയിലെ ഗവൺമെന്റൽ ഇതിൽ വാലിഡിറ്റി ഉള്ളൂ. ഇനി അതല്ലാതെ ഇന്റർനാഷണലി കോഴ്സസ് നടത്താൻ പറ്റുന്ന പ്ലാറ്റ്ഫോമുകൾ ധാരാളം ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ടീച്ചർ പറഞ്ഞ കോഴ്സറ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. ഈ കോഴ്സറ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം, ഈ കോഴ്സറ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇപ്പൊ മാക്സ് ബാങ്ക് യൂണിവേഴ്സിറ്റി ആണെങ്കിലും അങ്ങനെ നമ്മുടെ ലോകത്തിലെ തന്നെ നമ്പർ 1 യൂണിവേഴ്സിറ്റികളിൽ നിന്ന് മുഴുവനുള്ള കോഴ്സസും പ്രൊഫസേഴ്സിന്റെ കോഴ്സസും നമുക്ക് അറ്റൻഡ് ചെയ്യാം. അതിന്റെ എക്സാംസ് എന്ന് പറയുന്നത് അതും ഇതേപോലെ ഫ്രീ ആണ്. കോഴ്സസ് അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് ഫ്രീ ആണ്. സർട്ടിഫിക്കറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ഫീസ് അടയ്ക്കണം. സർട്ടിഫിക്കറ്റ് എങ്ങനെ കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്സാംസ് എന്ന് പറയുന്നത് ഓൺലൈനിൽ തന്നെ നമുക്ക് വേറെ എവിടെയും പോണ്ട, നമ്മൾ എവിടെയാണോ ഏത് ഡിവൈസ് വെച്ചിട്ടാണോ നമ്മൾ ആ കോഴ്സ് ചെയ്യുന്നത് സെയിം ഡിവൈസ് വെച്ചിട്ട് തന്നെ നമുക്ക് അതിന്റെ എക്സാംസ് എഴുതാൻ പറ്റും. സ്വയം പ്ലാറ്റ്ഫോമിൽ പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. സ്വയം പ്ലാറ്റ്ഫോമിന്റെ എക്സാംസ് എന്ന് പറയുന്നത് എക്സാമിനേഷൻ സെന്ററുകൾ ഉണ്ട്. ആ സെന്ററുകളിൽ പോയിട്ട് തന്നെ നമ്മൾ എഴുതണം. അത് എക്സാമിനേഷൻ അത്രയും സ്ട്രിക്റ്റ്ലി നടക്കുന്ന എക്സാമിനേഷൻ ആണ്. അതുകൊണ്ട് തന്നെയാണ് ആ കോഴ്സസിന് കുറച്ചുകൂടി വാല്യൂ, അതിന്റെ സർട്ടിഫിക്കറ്റിന് വാല്യൂ കൂടുന്നത് ആ എക്സാമിനേഷന്റെ പ്രത്യേകതയാണ്. എക്സാമിനേഷൻ എന്ന് പറയുന്നത് പക്കാ ആയിട്ട് നടക്കും എക്സാമിനേഷൻ ആണ്. പക്ഷേ കോഴ്സറ തുടങ്ങിയിട്ടുള്ള ഇന്റർനാഷണൽ മൂക്സ്, അതായത് ഓൺലൈൻ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളിലൊക്കെ തന്നെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടില്ലാതല്ല, നമ്മൾ കൺസെപ്റ്റ് പഠിക്കണം, അവരുടെ അസൈൻമെന്റ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അവരുടെ അസൈൻമെന്റ്സ്, ഇന്റേണൽ അസൈൻമെന്റ്സ് മാത്രം നമ്മൾ കംപ്ലീറ്റ് ചെയ്താൽ മതി. എക്സ്റ്റേണലി വേറൊരു എക്സാമിനേഷൻ ഇന്റർനാഷണലി ഉള്ള ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഇല്ല. നമ്മൾ ഫീസ് അടയ്ക്കണം. പക്ഷെ ഫീസ് അടച്ചു കഴിഞ്ഞാൽ അവർ സർട്ടിഫിക്കറ്റ് നമുക്ക് അയച്ചു തരും. സർട്ടിഫിക്കറ്റ് അയച്ചു തരിക എന്ന് പറഞ്ഞാൽ കോപ്പിയാണ് അയച്ചു തരിക, ഹാർഡ് കോപ്പി ആരും അയച്ചു തരില്ല. ഈ സ്വയം പ്ലാറ്റ്ഫോമിലാണെങ്കിലും സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് കോപ്പിയാണ്, ഒരിക്കലും ഹാർഡ് കോപ്പി നമുക്ക് അയച്ചു തരില്ല. ഹാർഡ് കോപ്പി വേണമെങ്കിൽ നമ്മൾ പ്രിന്റ് എടുത്ത് സൂക്ഷിച്ചു വെച്ചോളൂ, അത്രയേ ഉള്ളൂ. ഒറ്റ കാര്യം ഞാൻ ആഡ് ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞ സ്വയം പ്ലാറ്റ്ഫോമിന്റെ ബെനിഫിറ്റുകൾ പറഞ്ഞ കൂടത്തിൽ കോഴ്സറ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇന്റർനാഷണലി മൂക്സിന്റെ സർട്ടിഫിക്കറ്റിന് നമ്മുടെ ഇന്ത്യയിലുള്ള ഗവൺമെന്റൽ ഓർഗനൈസേഷൻസിലെ വാല്യൂ അവർ കൊടുക്കാത്തതുള്ളൂ. പ്രൈവറ്റ് ഓർഗനൈസേഷനും ഇൻഡസ്ട്രീസും അതിന് വേണ്ട വാല്യൂ കൊടുക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഗവൺമെന്റൽ ഓർഗനൈസേഷൻസ് അത്തരം സർട്ടിഫിക്കറ്റിന് വാല്യൂ കൊടുക്കുന്നില്ല. അപ്പോൾ അത്തരം കോഴ്സസ് ചെയ്യുന്നതും നിങ്ങളുടെ പ്രൊഫൈൽ എൻഹാൻസ്മെന്റ് തന്നെയാണ്, അല്ലാന്നല്ല, എൻഹാൻസ്മെന്റ് തന്നെയാണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാൻ പോവാണ്. സോ സ്റ്റുഡൻസിന് എന്തെങ്കിലും ചോദിക്കാൻ, ക്ലാരിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ.
ഹോപ്പ് അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു സെഷൻ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. വൈൻഡ് അപ്പ് ചെയ്യല്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ സ്റ്റുഡൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആർക്കെങ്കിലും? അല്ല, ടീച്ചേഴ്സിനും ചോദിക്കാം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, കാരണം ടീച്ചേഴ്സിനും യൂസ്ഫുൾ ആണ് ഈ പ്ലാറ്റ്ഫോമിൽ. ലോക്കൽ ചാപ്റ്റേഴ്സ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഡൗട്ട്സ് വരും സർ. നമ്മൾ വീണ്ടും കോണ്ടാക്ട് ചെയ്യുന്നതാണ്. വിത്ത് പ്ലഷർ. സർ, സർട്ടിഫിക്കറ്റിന്റെ പേയ്മെന്റ് എത്രയാണെന്നൊരു പ്ലാറ്റ്ഫോമിൽ സർട്ടിഫിക്കറ്റിന് പ്രത്യേകിച്ച് പേയ്മെന്റ് ഒന്നുമില്ല. എക്സാമിനേഷൻ ആണ് ഫീ ഉള്ളത്. 1000 rupees ആണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ കോഴ്സറ തുടങ്ങി ഇന്റർനാഷണൽ ആണെങ്കിൽ അത് ഡിപ്പെൻഡ്സ് ഓൺ ദ യൂണിവേഴ്സിറ്റി ആണ്. 2500 ഉണ്ട്, 3000 ഉണ്ട്, 1500 ഉണ്ട്. എന്തായാലും 1500 താഴേക്കുള്ള ഒറ്റ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിന്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടില്ല. അതിന്റെ മേലേക്കേ ഉള്ളൂ. 5000 വരെ ഉള്ളതുണ്ട്. ഓക്കെ സർ, എനിക്ക് പെട്ടെന്ന് ഒരു ഡൗട്ട്. അതായത് ഇപ്പൊ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ മാത്രമാണ് നമ്മൾ ഈ എക്സാം ഫീസ് ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പോഴല്ലേ സർ ശരിക്കും ഇതിന്റെ ഒരു വാലിഡിറ്റി ഉള്ളൂ? നമ്മൾ വെറുതെ ഇപ്പൊ പഠിച്ചു എന്ന് കരുതി മാത്രം ഒരു വാലിഡിറ്റി ഉണ്ടാവാൻ, നോളജ് ഗെയിൻ ചെയ്യാൻ പറ്റും, യെസ്, പക്ഷെ ഒരു വാലിഡിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാമിനേഷൻസ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഇല്ലേ, അത് ആവശ്യം ശരിക്കും ആവശ്യമാണ്. ഞാൻ പറഞ്ഞു, അതാണ് 2 തരത്തിലാണ് നമുക്ക് ഈ സ്വയം കോഴ്സസിനെ നമുക്ക് കാണാൻ പറ്റുക. ഒന്ന്, നമുക്ക് നോളജ് ഗെയിൻ ചെയ്യുക, അതായത് പ്രൊഫസേഴ്സിന്റെ ക്ലാസ്, അവരുടെ വ്യൂ. ഒരു ടോപ്പിക്, ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ആ ടോപ്പിക്കില് നമ്മളിപ്പോ കേട്ടതും നമ്മൾ പഠിച്ചതും ഒക്കെ നമ്മളെ പഠിപ്പിച്ച ടീച്ചേഴ്സും നമ്മൾ വായിച്ച പുസ്തകത്തിലുള്ള വ്യൂസ് ആയിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടാവുക അല്ലെങ്കിൽ വായിച്ചിട്ടുണ്ടാവുക. ഇത് കൂടാതെ സെയിം ടോപ്പിക്കിലെ എക്സ്പേർട്ടുകളായിരിക്കും ഈ എന്താ പറയാ, പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട്, IIT ആണെങ്കിലും IIM ആണെങ്കിലും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലുള്ള പ്രൊഫസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിന്റെ എന്താ പറയാ ലാസ്റ്റ് വേർഡ് ആയിരിക്കും ഒരു പക്ഷെ. അങ്ങനെയുള്ളവരുടെ വ്യൂസ് എന്ന് പറയുന്നത് ഒരു പക്ഷെ നമ്മൾ പുസ്തകത്തിൽ കണ്ടതോ അതല്ലെങ്കിൽ നമ്മൾ പഠിപ്പിച്ച ടീച്ചേഴ്സ് നമുക്ക് പറഞ്ഞു തന്നതോ പോലെ ആയിക്കൊള്ളുന്നില്ല. അവരൊരു തേർഡ് വ്യൂ ആയിരിക്കും. ആ വ്യൂ മനസ്സിലാക്കുക തുടങ്ങി അങ്ങനെയുള്ള ഒരു നോളജ് അക്വയറിങ് മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ എക്സാം അറ്റൻഡ് ചെയ്യണം നിർബന്ധമില്ല. നമ്മൾ ആ ക്ലാസ്സിൽ ഇരുന്നാൽ മതി, അവരുടെ വ്യൂസ് നമ്മൾ കേട്ടാൽ മതി. പക്ഷെ നമ്മുടെ പ്രൊഫൈൽ എൻഹാൻസ്മെന്റും നമ്മൾ അതിന്റെ ഒരു എന്താ പറയാ ഒരു ബെനിഫിറ്റ്, നമുക്ക് പേഴ്സണലി നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റിലേക്ക് നമ്മൾ പോവുക എന്നുണ്ടെങ്കിൽ ശരിക്കും അങ്ങനെ വേണം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യുകയും വേണം, നമ്മളെ സ്വയം ഇവാലുവേറ്റ് ചെയ്യുകയും വേണം. ആ നമ്മുടെ സ്വയം ഇവാലുവേഷന്റെ ഭാഗമായി വരുന്നതാണ് ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നതും അതേപോലെ തന്നെ നമ്മൾ സർട്ടിഫിക്കറ്റ് നമ്മൾ വാങ്ങിക്കുന്നത്. ഓക്കെ സർ, താങ്ക് യു. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? അപ്പം ഐ ഹോപ്പ് ഈ ഒരു സെഷൻ ക്ലിയർ ആയി എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി ഈ പറഞ്ഞ പോലെ നമ്മൾ ലോക്കൽ ചാപ്റ്റർ ആയി മാറി കഴിയുമ്പോൾ മേ ബി നമുക്ക് കുറച്ചും കൂടിയും ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് പോസിബിളി ഒരു സെഷൻ വേണമെങ്കിൽ നമുക്ക് നോക്കാം. കൂടുതൽ ഡീറ്റെയിൽസ് അപ്പോൾ അറിയാൻ പറ്റുള്ളൂ. Okay, so we are winding up our session today, and I call upon Mrs. Ramsey, Department of Commerce of MES Arts and Science College, for the vote of thanks. Ma'am, please. Respected dignitaries, teachers, and my dear students, a very good afternoon to one and all. Let me take this opportunity to thank the respected personality, Mr. Trivikraman sir, who honored this session with his valuable thoughts on the topic opening to massive online open courses, that is MOOC. Thank you, sir, for sharing your knowledge and for being with us for quite some time in spite of your busy schedule. Your talk was highly informative and fruitful, and your way of presentation was cool and simple. You explained clearly the scope of online courses in this era of virtual classrooms. Thank you once again, sir. Now I extend my gratitude to the college management, our principal, staff, and all the faculties from all the departments for conducting this 4 days orientation programs for the students, and a special congrats to IQAC team for making it a grand success. Finally, I thank all dear students for their participation and involvement in this session, and I am sure that it will be highly useful for you in your career ahead. Thank you and have a nice day. Thank you. Thank you so much, ma'am.
Thank you, sir. Thank you, sir. Thank you.